നമസ്കാരം. ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയെ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചുരുക്കി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റും ജഡ്ജിമാരുടെ നീക്കം ചെയ്യലും പ്രതിപാദിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67(b)യിലാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ ആർട്ടിക്കിൾ പ്രകാരം രാജ്യസഭയുടെ നിലവിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടു കൂടി ഒരു റെസൊല്യൂഷൻ, അതായത് പ്രമേയം, രാജ്യസഭ പാസാക്കുകയും അത് ലോക്സഭ അംഗീകരിക്കുകയും ചെയ്താൽ ഉപരാഷ്ട്രപതിയെ സ്ഥാനഭ്രഷ്ടനാക്കാം. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള റെസൊല്യൂഷൻ രാജ്യസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ആ പ്രമേയം രാജ്യസഭയിൽ നിലവിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കി ഇരിക്കണം എന്നതാണ് ഭരണഘടന അനുശാസിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാല്, അതായത് നിലവിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 245 അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉള്ളത്. അപ്പോൾ 245 അംഗങ്ങളും നിലവിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ 123 പേര് ആ പ്രമേയത്തിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അത് പാസ്സാകുകയുള്ളൂ. അഥവാ അതിലെപ്പോഴെങ്കിലും എംപിമാരുടെ വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒഴിവ് വരുന്നത് കുറയ്ക്കും. അതായത് ഇപ്പോൾ സപ്പോസ് 5 എംപിമാരുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് കരുതുക. ബാക്കി 240 അംഗങ്ങളിൽ പകുതി എന്ന് പറയുന്നത് 120, പിന്നെ അതിനോട് +1 മെജോറിറ്റിക്ക് വേണ്ടി, അങ്ങനെ 121 അംഗങ്ങൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പ്രമേയം പാസ്സാകുകയുള്ളൂ. ഇങ്ങനെ പാസ്സായ പ്രമേയം ലോക്സഭയിലേക്ക് അയക്കും. ലോക്സഭ അത് അംഗീകരിക്കണം. അതിനുവേണ്ടി ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റി മതി. അതായത് എത്ര അംഗങ്ങളാണോ അവിടെ സന്നിഹിതരായിരിക്കുന്നത് അവർ ഭൂരിപക്ഷത്തോടു കൂടി അത് പാസ്സാക്കണം. അപ്പോൾ ലോക്സഭയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 543 അംഗങ്ങളാണുള്ളത്. 543, അതായത് ചിലപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുമായിരിക്കും 545 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ശരിയാണ്. 2019 വരെ 545 അംഗങ്ങൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നു. 2019 104-ാം ഭരണഘടന പ്രകാരം, ഭരണഘടനയുടെ അമെൻമെന്റ് പ്രകാരം 2 ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ 543 അംഗങ്ങളെ ഉള്ളൂ. ഈ 543-ൽ എത്ര അംഗങ്ങളാണോ സഭയിൽ പ്രസന്റ് ആയിരിക്കുന്നത് അവരിൽ ഭൂരിപക്ഷം, അവര് ഈ പ്രമേയത്തെ സപ്പോർട്ട് ചെയ്ത് അതിനെ വോട്ട് ചെയ്താൽ അത് പാസ്സാകും. ഇതിനെയാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര അംഗങ്ങൾ സഭയിലുണ്ടോ അവരുടെ ഭൂരിപക്ഷം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ രാജ്യസഭയിലാണെന്നുണ്ടെങ്കിൽ രാജ്യസഭയുടെ മൊത്തം അംഗങ്ങളുടെ പകുതിയിൽ കൂടുതൽ വോട്ട് ചെയ്യണം. അങ്ങനെ രാജ്യസഭ പകുതിയിൽ കൂടുതൽ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടു കൂടിയും ലോക്സഭ സിമ്പിൾ മെജോറിറ്റിയിലും റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാം. അതാണ് ഭരണഘടനയുടെ 67(b) പ്രകാരം പറയുന്നത്. ഇനി ഒരു രാജ്യസഭ എംപിക്ക് മാത്രമേ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അത് രാജ്യസഭയിൽ മാത്രമേ അവതരിപ്പിക്കാനും പറ്റുകയുള്ളൂ. സമ്മേളന കാലത്ത് 14 ദിവസത്തെ മുൻകൂട്ടിയുള്ള നോട്ടീസ് അതിനുവേണ്ടി വേണം. നോട്ടീസ് കൊടുത്തിട്ട് അങ്ങനെ ഒരു പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാം.
ഭരണഘടനയിൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാൻ വേണ്ടി പ്രത്യേക കാരണങ്ങളൊന്നും തന്നെ നിർദ്ദേശിക്കുന്നില്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിന് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാരണം ആയി പറയുന്നു. അതുപോലെ ജഡ്ജിമാരുടെ നീക്കം ചെയ്യലിന് പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി എന്ന് കാരണം പറയുന്നു. അപ്പോൾ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 61 പ്രകാരമാണ്. ഇത് പ്രകാരം സഭയുടെ 1/4 അംഗങ്ങൾ ആ പ്രമേയത്തിൽ ഒപ്പിട്ടിരിക്കണം. അതായത് ഉപരാഷ്ട്രപതിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരംഗം നോട്ടീസ് കൊടുത്താൽ മതി. ഇവിടെ പക്ഷേ സഭയുടെ 4 അംഗങ്ങൾ ആ റെസൊല്യൂഷനിൽ ഒപ്പിട്ടിരിക്കണം. അതുപോലെ തന്നെ 14 ദിവസത്തെ നോട്ടീസ് ഇവിടെയും വേണ്ടതുണ്ട്. പിന്നെ 2/3 മെജോറിറ്റി, അതായത് സഭയുടെ മൊത്തം അംഗങ്ങളുടെ 2/3 മെജോറിറ്റി എന്ന് വെച്ചാൽ 543 ഞാൻ പറഞ്ഞല്ലോ ലോക്സഭയുടെ സ്ട്രെങ്ത്. അതില് 362 അംഗങ്ങൾ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. അതുപോലെ തന്നെ രാജ്യസഭയിലും അത് 2/3 മെജോറിറ്റിയിൽ പാസ്സാകണം. അതായത് രാജ്യസഭയുടെ 245 അംഗസംഖ്യ. അതിൽ 164 എംപിമാർ അനുകൂലമായി വോട്ട് ചെയ്യണം. അതായത് ഇംപീച്ച്മെന്റ് മോഷൻ രാഷ്ട്രപതിയുടേതാണെന്നുണ്ടെങ്കിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ കൊണ്ടുവരാം. പക്ഷേ അത് 2 സഭയിലും 2/3 മെജോറിറ്റിയിൽ പാസ്സായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതുപോലെ ജഡ്ജിമാരുടെ നീക്കം ചെയ്യാനുള്ള നടപടി. ഇതിൽ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക, ഇംപീച്ച്മെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനും റിമൂവൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനും അവിടെയും റിമൂവൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 124B പ്രകാരമാണ് ജഡ്ജിമാരെ നീക്കം ചെയ്യാനായി എന്നുള്ള നടപടിക്രമങ്ങൾ ഉള്ളത്, ഭരണഘടനയിലുള്ളത്. അപ്പോൾ അത് 2 സഭയിലും നിലവിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടു കൂടി പ്രമേയം പാസ്സാക്കണം. തന്നെയുമല്ല, അവിടെ പാസ്സാക്കുന്ന സമയത്ത് 2/3 ഓഫ് ദ മെമ്പേഴ്സ് ഷുഡ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്നുള്ളത് കൂടി നിർബന്ധമുണ്ട്. ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന അവസരത്തിൽ സഭയുടെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷം, പക്ഷെ അതോടൊപ്പം മൊത്തം അംഗസംഖ്യയുടെ 2/3 മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർ വോട്ട് ചെയ്യുകയും വേണം. അതായത് ആബ്സ്റ്റെയിൻ ചെയ്യാൻ വിട്ടു നിന്നാലും പറ്റത്തില്ല. അത്രയും 2/3 മെമ്പേഴ്സ് വോട്ട് ചെയ്യുന്നതിലാണ് സഭയുടെ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കേണ്ടത്. പിന്നെ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് വേറെ ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. അത് ഒരു ജഡ്ജസ് എൻക്വയറി ആക്ട് പ്രകാരമുള്ള ഒരു എൻക്വയറി ആണത്. ഈ എൻക്വയറി എന്തിനാണ് വേണ്ടി വെച്ചാൽ അത് ഒരു ടു പ്രൂവ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ഓഫ് ദി കൺസേൺ ജഡ്ജ്. അതായത് ആ ജഡ്ജിന്റെ മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു എൻക്വയറി നടത്താറുണ്ട് അണ്ടർ ദി ജഡ്ജസ് എൻക്വയറി ആക്ട്. അപ്പോൾ ഇത്രയും ഇതാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന ഇവിടെ പ്രതിപാദിച്ചത്. അവരെ നീക്കം ചെയ്യുന്ന എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. എന്നാൽ അവരെ അപേക്ഷിച്ച് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നത് വളരെ താരതമ്യേന എളുപ്പമുള്ള മാർഗമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് രാഷ്ട്രപതിയുടെയും ജഡ്ജിമാരുടെയും നീക്കം ചെയ്യുന്ന പ്രൊസീജിയറൂടെ പറഞ്ഞത്. ഇനി ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പാടില്ല. എന്നാൽ ഉപരാഷ്ട്രപതിക്ക് തന്റെ ഭാഗം അവതരിപ്പിച്ച് സംസാരിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യും സഭയിൽ. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്താൽ ഒരു കോടതിയിലും അത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഭാരതത്തിന്റെ ചരിത്രത്തില് ഒരു ഉപരാഷ്ട്രപതിയെയും ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല ഈ നടപടി പ്രകാരം, ഭരണഘടന പ്രകാരം. എന്നാൽ 2024 ഡിസംബർ 10 അന്നത്തെ ഉപരാഷ്ട്രപതിയായ ശ്രീ ജഗ്ദീപ് ധങ്കറിനെ സ്ഥാനത്ത് നിന്ന് നീക്കുവാനായി 60-ൽ പരം രാജ്യസഭാ എംപിമാർ ഒപ്പിട്ട പ്രമേയം സമർപ്പിക്കപ്പെട്ടു. ഭാരത ചരിത്രത്തില്
ആദ്യമായാണ് ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുന്നത്. അത് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ 10-നാണ് കൊണ്ടുവന്നത്. അന്ന് ആ ശീതകാല സമ്മേളനം 2024 അപ്പോഴ് ഡിസംബർ 20-ന് അന്നത്തെ സമ്മേളനം അവസാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് ഇല്ലാത്തതിനാൽ ആ പ്രമേയം തള്ളപ്പെട്ടു. അതാണ് സംഭവിച്ചത് 2024 ഡിസംബറിൽ. ശ്രീ ജഗ്ദീപ് ധങ്കറിന് മുൻപ് ഒരു ഉപരാഷ്ട്രപതിയെയും നീക്കം ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പ്രമേയം കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒരു നടപടി എടുത്തിട്ടും ഇല്ല. ഇത് സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ 2024 ഡിസംബർ 2024 കഴിഞ്ഞിട്ട് 7 മാസം കഴിഞ്ഞ് 2025 ജൂലൈ മാസം 21 ശ്രീ ജഗ്ദീപ് ധങ്കർ ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്വമേധയാ ഉപരാഷ്ട്രപദത്തിൽ നിന്നും രാജിവയ്ക്കപ്പെട്ടു. ഇതാണ് നടന്നിട്ടുള്ളത്. ഇത്രയുമാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രൊസീജിയറിനെ കുറിച്ച് പറയാനുള്ളത്. നമസ്കാരം.